ഹായ് ഡിയേഴ്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 7th ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ 5ാമത്തെ ചാപ്റ്ററാണ് ഓർ എർത്ത്. ഇത് ജോഗ്രഫി പാർട്ടിൽ വരുന്നതാണ്. നോക്കാം നമുക്ക്. അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടുണ്ട്, അത് നമുക്ക് നോക്കാം. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ടെക്സ്റ്റ് നന്നായിട്ട് റീഡ് ചെയ്യുക. ഏതൊരു സബ്ജക്റ്റ് ആണെങ്കിലും ഏതൊരു ക്ലാസ് ആണെങ്കിലും ടെക്സ്റ്റ് റീഡ് ചെയ്യുക. ടെക്സ്റ്റ് നന്നായിട്ട് റീഡ് ചെയ്യുന്ന ഒരു കുട്ടിക്ക് ഏത് ക്വസ്റ്റ്യൻ വന്നാലും അതിനകത്ത് ആൻസർ ചെയ്യാൻ അവർക്ക് സാധിക്കും. അതുകൊണ്ടാണ് പറയുന്നത് ഒരു 5-6 പ്രാവശ്യം ടെക്സ്റ്റ് റീഡ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് എർത്തിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഐ ആം ദി എർത്ത് എന്ന് പറഞ്ഞിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു ബേണിംഗ് സ്പിയർ ആയിരുന്നു. അതിനുശേഷം ഇൻസിസെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഐ വാസ് കൂൾഡ് ഇൻ ദ ഇൻസിസെൻ്റ് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂ ആയിട്ടുള്ള റെയിനിൽ ഞാൻ എന്ത് സംഭവിച്ചു, ഞാൻ കൂളായി എന്ന് പറഞ്ഞാൽ ഞാൻ തണുത്തു. അതിനുശേഷം പിന്നെയും വർഷങ്ങളെടുത്തു. എന്തിനാണ്? ലിവിങ് ബീയിങ്സ് ടു അപ്പിയർ. അതിനകത്ത് ജീവജാലങ്ങൾ, ലിവിങ് ബീയിങ്സ് എന്ന് പറഞ്ഞാൽ ജീവജാലങ്ങൾ പ്രത്യക്ഷപ്പെടാൻ, ആ ഒരു ഭൂമിയിൽ എർത്തിൽ വരാൻ വേണ്ടി പിന്നെയും വർഷങ്ങളെടുത്തു. പിന്നെന്താണ്? ഐ ആം ദി ഓൺലി വൺ ടു ഹാവ് ലൈഫ് എമംഗ് ദി പ്ലാനറ്റ്സ് ഇൻ ദി സോളാർ സിസ്റ്റം. ഈ ഒരു സോളാർ സിസ്റ്റത്തിനകത്ത്, സോളാർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? സൂര്യനും അതിനെ ചുറ്റുന്ന ഗ്രഹങ്ങളും കോമീറ്റ്സും ഉപഗ്രഹങ്ങളും എല്ലാം ചേരുന്നതിനെയാണ് നമ്മൾ സോളാർ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഈ സോളാർ സിസ്റ്റത്തിനകത്ത് എന്നിൽ മാത്രമാണ് എന്തുള്ളത്? ജീവനുള്ളത്. ഐ ഹാവ് എവരിത്തിങ് ടു സപ്പോർട്ട് യുവർ ലൈഫ്. നിങ്ങളുടെ ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എല്ലാം എന്നിലുണ്ട്. എന്തൊക്കെയുണ്ട്? എയറുണ്ട്, ബ്രീത്ത് ചെയ്യാൻ എയറുണ്ട്, ഡ്രിങ്ക് കുടിക്കുവാനും മറ്റുള്ള എല്ലാ പർപ്പസസിനും അല്ലെങ്കിൽ എല്ലാ യൂസസിനും ഉപയോഗത്തിനുള്ള വാട്ടറുണ്ട്, സോയിലുണ്ട്, മണ്ണുണ്ട്. എന്തിനാണ്? പ്ലാന്റുകളെ നടാനും അത് ഗ്രോ ചെയ്യാനും ഒക്കെയുള്ള മണ്ണും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഒരു ജീവൻ നിലനിർത്താനുള്ള എല്ലാ കാര്യങ്ങളും ഇതിലുണ്ട്, എർത്തിലുണ്ട് അല്ലേ? നമുക്കറിയാം ഭൂമിയുടെ എക്സ്റ്റീരിയർ പാർട്ട്, ഉപരിതലത്തിൽ റിവേഴ്സ് ഉണ്ട്, മൗണ്ടൻസ് ഉണ്ട്, വാലീസ് ഉണ്ട്, പ്ലെയിൻസ് ഉണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാം ഉണ്ടെന്ന്. അപ്പോൾ പുറത്തുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്, അങ്ങനെ നമുക്കിതെല്ലാം അറിയാം. പക്ഷേ ഇൻറ്റീരിയർ ഓഫ് ദ എർത്ത്, അപ്പോൾ ഭൂമിയുടെ അകത്ത് എന്തായിരിക്കും, ഇൻറ്റീരിയറിൽ എന്തായിരിക്കും? ലെറ്റ് us എക്സ്പ്ലോർ ദ ഇന്നർ സീക്രട്ട് ഓഫ് ദ എർത്ത്. അപ്പോൾ നമുക്ക് നോക്കാം, ഈ ചാപ്റ്ററിൽ അതാണ് നോക്കുന്നത്. എർത്തിൻ്റെ അകത്ത് എന്തൊക്കെയുണ്ട് എന്നുള്ള കാര്യം നമുക്ക് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. പിന്നെന്താണ്? നമുക്കറിയാം വി ആർ അവെയർ ഓഫ് ദി ടെമ്പറേച്ചർ ഓൺ ദ എർത്ത് സർഫസ്. എർത്ത് സർഫസിലുള്ള എർത്തിൻ്റെ ഉപരിതലത്തിലുള്ള ടെമ്പറേച്ചർ, ചൂടിനെ പറ്റിയൊക്കെ നമ്മൾ അവെയറാണ്. ബട്ട് ഇറ്റ് ഈസ് എക്സ്ട്രീം ഹീറ്റ് ഇൻസൈഡ് ദ എർത്ത്. അപ്പോൾ ഈ എർത്തിൻ്റെ അകത്തോ എക്സ്ട്രീമാണ്, വളരെയധികം നമുക്ക് ചിന്തിക്കാവുന്നതിനേക്കാളും അപ്പുറത്തെ ചൂടാണ്. ദ ടെമ്പറേച്ചർ അറ്റ് ദ സെൻറ്റർ ഓഫ് ദി ഇൻറ്റീരിയർ പാർട്ട്, സെൻറ്ററിൽ ഉള്ള ആ ഒരു ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 5500 ഡിഗ്രി സെൽഷ്യസ് ആണ് അതിൻ്റെ ഇൻറ്റീരിയർ പാർട്ടിലുള്ള, സെൻറ്റർ ഓഫ് ദി ഇൻറ്റീരിയർ പാർട്ടിലുള്ള ടെമ്പറേച്ചർ. അപ്പോൾ നോക്കൂ, നമുക്ക് വെള്ളം ചൂടാവാൻ വേണ്ടുന്ന വെള്ളം തിളയ്ക്കുമ്പോഴുള്ള അതിൻ്റെ ചൂടെന്ന് പറയുന്നത് 100 ഡിഗ്രി സെൽഷ്യസ്. അതിനേക്കാൾ എത്രയോ ഇരട്ടി ചൂടാണ് എർത്തിൻ്റെ ഇൻറ്റീരിയർ പാർട്ടിലുള്ള സെൻറ്ററിൽ. ഇൻറ്റീരിയർ പാർട്ട് എന്ന് വെച്ചാൽ അകത്ത്, സെൻറ്റർ എന്ന് വെച്ചാൽ നടുക്ക്. ഇനി മൈൻസിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മൈൻസ് എന്ന് പറഞ്ഞാൽ ഖനികൾ. അപ്പോൾ ഖനികളിൽ വർക്ക് ചെയ്യാൻ പോയി, കോൾ ഖനികളിലൊക്കെ വർക്ക് ചെയ്യാൻ പോയി എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. അതുപോലെ ഖനികളിൽ അകപ്പെട്ടു രക്ഷപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടല്ലേ? അപ്പം ഈ ഹൗ മെനി കിലോമീറ്റർ ദ ഡീപ്പസ്റ്റ് മൈൻ, അപ്പോൾ ഏറ്റവും ഡീപ്പസ്റ്റ് ആയിട്ടുള്ള മൈൻ്റെ തന്നെ എത്ര കിലോമീറ്ററാണ്? എബൌട്ട് 12 കിലോമീറ്റർ വരെ ഉള്ളൂ. ഹ്യൂമൻ ക്യാൻ റീച്ച് ഈവൻ ദാറ്റ് ഫാർ ഫ്രം വിത്ത് ദ ഹെൽപ്പ് ഓഫ് മെഷീൻസ് ആൻഡ് സേഫ്റ്റി ഡിവൈസസ്. അപ്പം മനുഷ്യർക്ക് ഇത്ര ദൂരമൊക്കെ റീച്ച് ചെയ്യാൻ പറ്റുന്ന, എത്തിച്ചേരാൻ പറ്റുന്നത് എങ്ങനെയാണ്? മെഷീൻ്റെ സഹായത്തോടുകൂടിയും അതുപോലെ സേഫ്റ്റി ഡിവൈസിൻ്റെയൊക്കെ സഹായത്തോടുകൂടിയാണ്. ദ ഡിസ്റ്റൻസ് ഫ്രം ദ സർഫസ് ഓഫ് ദി എർത്ത് ടു ദി സെൻറ്റർ ഓഫ് ദി എർത്ത്. അപ്പം സർഫസിൽ നിന്നും, ഉപരിതലത്തിൽ നിന്നും അതിൻ്റെ സെൻറ്ററിലോട്ടുള്ള ഒരു ഏകദേശ കിലോമീറ്റർ എന്ന് പറയുന്നത് 6371 കിലോമീറ്ററാണ്. സോ ഇറ്റ് ഈസ് പോസിബിൾ ഫോർ ദ ഹ്യൂമൻസ് ടു അണ്ടർസ്റ്റാൻഡ് ദ ഇൻറ്റീരിയർ. അപ്പം നമ്മൾ പറഞ്ഞു ഭൂമിയുടെ സർഫസിൽ നിന്ന് അതിൻ്റെ ഉപരിതലത്തിലോട്ട് 6371 കിലോമീറ്റർ എന്നാണ് നമ്മൾ പറഞ്ഞത്.
ഈ മനുഷ്യന് നമുക്ക് ഈ എർത്തിൻ്റെ ഇൻറ്റീരിയർ പാർട്ടിലുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെ നമുക്ക് അവിടോട്ട് പോകാൻ സാധിക്കുകയില്ല. അതാ പറഞ്ഞ ഏറ്റവും ഡീപ്പസ്റ്റ് ആയിട്ടുള്ള മൈനിലായത് 12 കിലോമീറ്റർ വരെയാണ് ഏറ്റവും ഡീപ്പസ്റ്റ് ആയിട്ടുള്ള മൈനെന്ന് നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ ഈ എർത്തിൻ്റെ ഇൻറ്റീരിയർ പാർട്ടിനെ പറ്റി നമ്മൾ എങ്ങനെ മനസ്സിലാക്കും? സോ ഇറ്റ് ഈസ് പോസിബിൾ ഫോർ ദ ഹ്യൂമൻസ് ടു അണ്ടർസ്റ്റാൻഡ് ദ ഇൻറ്റീരിയർ ഓഫ് ദ എർത്ത് ഡയറക്റ്റ്ലി. അപ്പോൾ ഡയറക്റ്റ്ലി നമുക്ക് ഇത് പോസിബിൾ ആണോ? കാരണം 12 കിലോമീറ്റർ വരെയാണ് ഏറ്റവും ഡീപ്പസ്റ്റ് ആയിട്ടുള്ള മൈനെന്ന് നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇത്രയും കിലോമീറ്റർ 6000 ഒക്കെ ഉണ്ട്. അപ്പോൾ അത്രയും കിലോമീറ്റർ വരെ നമുക്ക് പോയി ചെന്ന് എർത്തിൻ്റെ അകത്ത് എന്താണ് ഉള്ളതെന്നൊന്നും നമുക്ക് കണ്ടുപിടിക്കാൻ പോസിബിൾ അല്ല, അല്ലേ? കാരണം എന്താണ്? ഹീറ്റ് അധികമാണ്. അപ്പം നിങ്ങൾ ഇത് ശ്രദ്ധിച്ചിരുന്ന് കേട്ടോണം, ഒരു 3, 4, 5 ആവർത്തി കേട്ടോണം. അപ്പം നിങ്ങൾക്ക് ഒന്നും കൂടെ മനസ്സിലാവും ഇത് എവിടെ നിന്നൊക്കെയാണ് ക്വസ്റ്റ്യൻസുകൾ കയറി വരുന്നതെന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പം നിങ്ങൾ വേണ്ടാന്ന് വെച്ച് വിടുന്ന ഭാഗത്തുനിന്നായിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസുകൾ കൂടുതലായിട്ട് ചോദിക്കുന്നത്. അപ്പോൾ സോ ഇറ്റ് ഈസ് പോസിബിൾ ഫോർ ദ ഹ്യൂമൻസ് ടു അണ്ടർസ്റ്റാൻഡ് ഇൻറ്റീരിയർ ഡയറക്റ്റ്ലി നമുക്ക് ഇൻറ്റീരിയർ പാർട്ടിനെ മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. ദെൻ ഹൗ വിൽ വി ഗെറ്റ് ദി ഇൻഫർമേഷൻ അബൌട്ട് ദി ഇൻറ്റീരിയർ പാർട്ട്? അപ്പോൾ എങ്ങനെയായിരിക്കും നമ്മൾ ഇത് ചിലപ്പോൾ ഇത് ക്വസ്റ്റ്യനൊരു ചാൻസ് ഉള്ളൊരു ഭാഗമാണ്. എങ്ങനെയായിരിക്കും നമുക്ക് ആ ഇൻറ്റീരിയർ പാർട്ടിനെ പറ്റി പിന്നെ നമുക്ക് എങ്ങനെ അറിയാൻ സാധിക്കുന്നത്? അതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇതിനകത്ത് അങ്ങോട്ട് ചർച്ച ചെയ്യാൻ പോകുന്നത്. എങ്ങനെയാണ്? ത്രൂ സയൻറ്റിഫിക് സ്റ്റഡീസ് ആൻഡ് ഇൻഫറൻസസ്. സയൻറ്റിഫിക് സ്റ്റഡീസ് ശാസ്ത്രീയപരമായിട്ടുള്ള സ്റ്റഡീസുകളും അതിൽ നിന്നും കുറേ ഇൻഫറൻസസിലെത്തുന്നു, നമ്മൾ നിഗമനങ്ങളിലും എത്തുന്നു. ഇൻഫറൻസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിഗമനങ്ങൾ. ലെറ്റ് us see what they are. By examining materials that reach the earth's surface through volcanic eruptions. Volcanic eruptions എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗ്നിപർവ്വത സ്ഫോടനം. അപ്പം അഗ്നിപർവ്വത സ്ഫോടനം നടക്കുന്ന സമയത്ത് ഭൂമിയുടെ ഉള്ളിൽ നിന്നുള്ള ലാവയൊക്കെ തിളച്ച് പുറത്തു വരും. അപ്പം ആ ഒരു മെറ്റീരിയൽസിൽ നിന്നും എന്തൊക്കെയാണോ ഭൂമിയുടെ ഉള്ളിൽ നിന്നും പുറത്ത് വരുന്ന ആ മെറ്റീരിയൽസ് എക്സാമിൻ ചെയ്ത് സയൻറ്റിഫിക് സ്റ്റഡിയൊക്കെ നടത്തിയിട്ടാണ് അവർ ഇൻഫറൻസസിൽ എത്താറുണ്ട്. പിന്നീട് വരുന്നത് ഫ്രം ദ ഇൻഫർമേഷൻ കളക്റ്റഡ് ഫ്രം മൈൻസ്. അപ്പം മൈനുകൾ താഴോട്ട് കുഴിച്ച് പെട്രോളിയത്തിൻ്റെയും കോൾ മൈൻസുകളൊക്കെ കുഴിച്ച് താഴോട്ട് ചെല്ലുന്ന അങ്ങനെ കിട്ടുന്ന മെറ്റീരിയൽസിൽ നിന്നുള്ള കുറേ നിഗമനങ്ങളിലെത്താൻ സാധിക്കും. ബൈ അനലൈസിങ് ദ മോഷൻ ഓഫ് വേവ്സ് ജനറേറ്റഡ് ഡ്യൂറിങ് എർത്തിക്യൂക്സ്. എന്നുവെച്ചാൽ ഭൂകമ്പം ഉണ്ടാകുന്ന സമയത്ത് ഉണ്ടാകുന്ന തരംഗങ്ങളുടെ മോഷൻ, അതിൻ്റെ ചലന അനലൈസ് ചെയ്തിട്ടൊക്കെയാണ് ഇവർ ഭൂമിയുടെ ഇൻറ്റീരിയർ പാർട്ടിനെ പറ്റി പഠിക്കുന്നത്. അപ്പോൾ അത് പഠിച്ചു വെച്ചോണം 3 എണ്ണം. ഇനി നമ്മൾ പഠിക്കാനുള്ളത് സ്ട്രക്ചർ ഓഫ് ദി എർത്തിൻ്റെ ഘടന. എർത്തിൻ്റെ ഘടനകൾ കുഞ്ഞു ക്ലാസ്സിൽ തൊട്ടൊക്കെ നമ്മൾ ലേശം കുറേശ്ശെയായിട്ട് പഠിച്ചു വരുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ്? ക്രസ്റ്റ്, മാൻറ്റിൽ, ഔട്ടർ കോർ, ഇന്നർ കോർ. ഭൂവൽക്കം, മാൻറ്റിൽ, പുറക്കാമ്പ്, അകക്കാമ്പ്. അപ്പോൾ നോക്കാം. മുകളിൽ നമ്മൾ കുറേ സിറ്റുവേഷൻസുകൾ പറഞ്ഞു എർത്തിൻ്റെ ഇൻറ്റീരിയറിനെ പറ്റി മനസ്സിലാക്കാനുള്ള. അപ്പോൾ നമുക്ക് അതിൽ നിന്നൊക്കെ എന്തൊക്കെ ഇൻഫർമേഷൻസുകളാണ്, അറിവുകളാണ് എർത്തിൻ്റെ ഇൻറ്റീരിയറിനെ പറ്റി കിട്ടുന്നതെന്ന് താഴോട്ട് നോക്കാം. ദ ഇൻറ്റീരിയർ ഓഫ് ദ എർത്ത് ഈസ് ഡിവൈഡഡ് ഇൻറ്റു ഡിഫറെൻറ്റ് ലെയേഴ്സ്. എർത്തിൻ്റെ ഇൻറ്റീരിയറിനെ ധാരാളം ലെയറുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ദ ഔട്ടർ മോസ്റ്റ് ലെയർ ഈസ് ദ ക്രസ്റ്റ്. ഏറ്റവും പുറമേയുള്ള ലെയറിനെ നമ്മൾ പറയുന്നത് ക്രസ്റ്റ് എന്നാണ്. ഈ പിക്ചർ നോക്കിയിട്ട് നമുക്ക് അടുത്ത പോയിൻ്റ് എന്തോ എഴുതാം? മാൻറ്റിൽ ഈസ് ലൊക്കേറ്റഡ് ബെനീത്ത് ദ ക്രസ്റ്റ്. ക്രസ്റ്റിൻ്റെ തൊട്ട് താഴെയാണ് മാൻറ്റിൽ സിറ്റുവേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് പോയിൻ്റ് എഴുതാം. കോർ ഈസ് ദ സെൻട്രൽ പാർട്ട് ഓഫ് ദ എർത്ത്. കാമ്പ്, കോർ എന്ന് പറഞ്ഞാൽ കാമ്പെന്ന് പറയുന്നത് എർത്തിൻ്റെ സെൻട്രൽ പാർട്ടാണ്, നടുക്ക് ഭാഗത്താണുള്ളത്. ഈ 2 പോയിൻ്റ് നമുക്കിവിടെ പൂരിപ്പിച്ച് വയ്ക്കാം. അപ്പം നമ്മൾ ആ പിക്ചറിൽ കണ്ട് ക്രസ്റ്റ് കണ്ടു, അതിൻ്റെ തൊട്ട് താഴെയാണ് മാൻറ്റിലെന്ന് കണ്ടു, സെൻട്രൽ പാർട്ടാണ് കോറെന്ന് കണ്ടു. ഇനി ഇത് ക്രസ്റ്റ് എന്താണെന്ന് നോക്കാം. ദ ക്രസ്റ്റ് ഈസ് ദ ഔട്ടർ മോസ്റ്റ് ആൻഡ് റിലേറ്റീവ്ലി തിൻ ലെയർ ഓഫ് ദ എർത്ത്. ക്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എർത്തിൻ്റെ ഭൂമിയുടെ ഏറ്റവും പുറമേയുള്ള പാർട്ടാണ്. അതുപോലെ തന്നെ തിൻ ലെയർ എന്ന് പറഞ്ഞാൽ നേർത്തതാണ്. ദിസ് ലെയർ ഈസ് മെയ്ഡപ്പ് ഓഫ് സോളിഡ് റോക്ക്. ഇത് സോളിഡ് റോക്ക് കൊണ്ട് നിർമ്മിതമായതാണ് ഈ ഭാഗങ്ങൾ.
അതുപോലെ തന്നെ ദ ക്രസ്റ്റ് ഹാസ് 2 പാർട്സ് നെയ്മിലി കോണ്ടിനെൻ്റൽ ക്രസ്റ്റ് ആൻഡ് ഓഷ്യാനിക് ക്രസ്റ്റ്. അപ്പം ക്രസ്റ്റിനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്, കോണ്ടിനെൻ്റൽ ക്രസ്റ്റും ഓഷ്യാനിക് ക്രസ്റ്റും. ഓഷ്യാനിക് ക്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഓഷൻ ബേസിൻ്റെ ഉള്ള ക്രസ്റ്റ്, അതായത് ഓഷൻ ഫ്ലോറ്. കോണ്ടിനെൻ്റൽ ബേസാണ് കോണ്ടിനെൻ്റൽ ക്രസ്റ്റ്, അതായത് ആ ഭൂഖണ്ഡത്തിൻ്റെ ബേസ്. കോണ്ടിനെൻ്റൽ ക്രസ്റ്റ് എന്ന് പറയുന്നത് തിക്കർ ദാൻ ദി ഓഷ്യാനിക് ക്രസ്റ്റ്. ഓഷ്യാനിക് ക്രസ്റ്റിനെ അപേക്ഷിച്ച് കോണ്ടിനെൻ്റൽ ക്രസ്റ്റ് എന്ന് പറയുന്നത് തിക്കറാണ്, കട്ടി കൂടിയതാണ്. ദ ആവറേജ് തിക്നെസ് ഈസ് എബൌട്ട് 30 കിലോമീറ്റർ. അതിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് 30 കിലോമീറ്റർ ആണ്. ഇൻ മൗണ്ടൻ ഏരിയാസ് കോണ്ടിനെൻ്റൽ ക്രസ്റ്റ് ഹാസ് ദ തിക്നെസ് ഓഫ് എബൌട്ട് 70 കിലോമീറ്റർ. അപ്പം മൗണ്ടൻ ഏരിയാസിൽ ഇതിൻ്റെ തിക്നെസ് എന്ന് പറഞ്ഞാൽ 70 കിലോമീറ്ററും. ബട്ട് ദ ആവറേജ് തിക്നെസ് ഓഫ് ഓഷ്യാനിക് ക്രസ്റ്റ് ഈസ് 5 കിലോമീറ്റർ. അപ്പം അതിൻ്റെ ആവറേജ് തിക്നെസ് എന്ന് പറഞ്ഞാൽ 30 കിലോമീറ്റർ, മൗണ്ടൻ ഏരിയാസിൽ 70 കിലോമീറ്ററും. അതുപോലെ തന്നെ ഓഷ്യാനിക് ക്രസ്റ്റ് എന്ന് പറയുന്ന അതിൻ്റെ തിക്നെസ് 5 കിലോമീറ്ററുമാണുള്ളത്. ഇനി നെക്സ്റ്റ് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇതിനെ പറയുന്നത് കോണ്ടിനെൻ്റൽ ക്രസ്റ്റിനെ പറയുന്ന പേര് സിയാൽ എന്നാണ്. കാരണം ഈ കോണ്ടിനെൻ്റൽ ക്രസ്റ്റിൽ അടങ്ങിയിരിക്കുന്നത് അലൂമിനിയവും അതുപോലെ തന്നെ സിലിക്ക എന്ന് പറയുന്ന ധാതുക്കളാണ്. അതുകൊണ്ട് തന്നെ സിയാൽ എന്ന് പറയുന്നത്, അതായത് സിലിക്കയുടെ Siയും അലൂമിനിയത്തിൻ്റെ Alഉം. അപ്പോൾ സിയാൽ കോണ്ടിനെൻ്റൽ ക്രസ്റ്റിനെയാണ് അത് പറയുന്നത്. ഇനി ഓഷ്യാനിക് ക്രസ്റ്റിനെ പറയുന്നത് സിമ എന്നാണ്. അതിൽ പ്രധാനമായിട്ടും അടങ്ങിയിരിക്കുന്ന ധാതുക്കൾ സിലിക്കയും മഗ്നീഷ്യവുമാണ്. അതുകൊണ്ടാണ് സിമ, സിലിക്കയുടെ Siയും മഗ്നീഷ്യത്തിൻ്റെ Maയും. അപ്പോൾ കോണ്ടിനെൻ്റൽ ക്രസ്റ്റിനെ പറയുന്ന പേര് സിയാൽ എന്നും ഓഷ്യാനിക് ക്രസ്റ്റിനെ പറയുന്ന പേര് സിമ എന്നുമാണ്. കോണ്ടിനെൻ്റൽ ക്രസ്റ്റിൻ്റെ ആവറേജ് തിക്നെസ് എന്ന് പറയുന്നത് 70 കിലോമീറ്ററും അതുപോലെ തന്നെ ഓഷ്യാനിക് ക്രസ്റ്റിൻ്റെ ആവറേജ് കിലോമീറ്റർ എന്ന് പറയുന്നത് 5 കിലോമീറ്ററുമാണ്. അതിനെ വിളിക്കുന്ന പേര് ഞാൻ പറഞ്ഞു തന്നു. ഇനി നെക്സ്റ്റ് പാർട്ട് മാൻഡിൽ. ദ മാൻഡിൽ ഈസ് ദ ലെയർ ബിലോ ദ ക്രസ്റ്റ്. അപ്പം ക്രസ്റ്റിന് ബെനീത്ത്, തൊട്ട് താഴെയുള്ളതാണ് മാൻഡിൽ. ദിസ് ഈസ് റിലേറ്റീവ്ലി തിക്ക്. ഇതും തിക്ക് തന്നെയാണ്. ഇറ്റ് എക്സ്റ്റെൻസ് അപ് ടു, മറ്റേ മാൻഡിൽ എന്ന് പറയുന്നത് തിക്കും അതുപോലെ തന്നെ ക്രസ്റ്റ് തിന്നുമാണെന്ന് പഠിച്ചു. തിരിഞ്ഞു പോകരുത്. മാൻഡിൽ തിക്കും അതുപോലെ തന്നെ ക്രസ്റ്റ് എന്ന് പറയുന്നത് തിൻ ലെയറുമാണ്. അപ്പോൾ ഇത് എക്സ്റ്റെൻഡഡ് അപ് ടു എബൌട്ട് 2900 കിലോമീറ്റർ വരെയാണ് വ്യാപിച്ച് കിടക്കുന്നത് മാൻഡിൽ. ദി പാർട്ട് ഓഫ് ദി എർത്ത് ദാറ്റ് കംപ്രൈസസ് ക്രസ്റ്റ് ആൻഡ് അപ്പർ പാർട്ട് ഓഫ് ദി മാൻഡിൽ ഈസ് കാൾഡ് ലിത്തോസ്ഫിയർ. അതിൻ്റെ പിക്ചർ ഞാൻ ഇവിടെ കൊടുത്തേക്കാം. അതായത് എർത്തിൻ്റെ ക്രസ്റ്റും അതുപോലെ തന്നെ ഈ മാൻഡിലിൻ്റെ അപ്പർ പാർട്ട് എന്ന് വെച്ചാൽ ബ്രൗൺ ഷെയ്ഡ് കിടക്കുന്നത് മുകൾ ഭാഗവും ഉൾക്കൊള്ളുന്നതാണ് ലിത്തോസ്ഫിയർ. ലിത്തോസ്ഫിയർ എന്ന് പറഞ്ഞാൽ ക്രസ്റ്റ് ഇതിനകത്തുനിന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. ആ ഭൂമിയുടെ ആ ഛേദിച്ച ഭാഗമുണ്ട്, അതെടുത്ത് ഇപ്പുറത്തോട്ട് വെച്ചേക്കുവാണ്. അപ്പോൾ അതിനകത്ത് ക്രസ്റ്റ് എവിടുന്ന് എവിടം വരെയാണ്, മാൻഡിൽ എവിടുന്ന് എവിടം വരെയാണ്, കോർ എവിടുന്ന് എവിടം വരെയാണ് എന്നുള്ളത് കളർ ചേഞ്ച് സഹിതം ഇട്ടിട്ടുണ്ട്. അപ്പം ക്രസ്റ്റും മാൻഡിൽ ഇവിടുന്ന് ഇവിടം വരെയാണ് മാൻഡിൽ. അപ്പം മാൻഡിലിൻ്റെ അപ്പർ പാർട്ട്, മുകൾ ഭാഗവും ഉൾക്കൊള്ളുന്നതാണ് ലിത്തോസ്ഫിയർ. പിടികിട്ടിയല്ലോ. ദ പാർട്ട് ബിലോ ദ ലിത്തോസ്ഫിയർ വിച്ച് ഈസ് ഇൻ എ മോൾട്ടൺ സ്റ്റേറ്റ് ഡ്യൂ ടു ദ മെൽട്ടിങ് ഓഫ് റോക്ക് പാർട്ടിക്കിൾസ് മാഗ്മ ഈസ് നോൺ ആസ് അസ്തനോസ്ഫിയർ. അപ്പം ഈ ലിത്തോസ്ഫിയറിൻ്റെ തൊട്ട് താഴെ വരുന്നത് അസ്തനോസ്ഫിയറാണ്. അവിടെ മോൾട്ടൺ സ്റ്റേറ്റിലാണ്. അപ്പോൾ പിക്ചർ കാണുമ്പോൾ തന്നെ നമുക്കറിയാം അത് മോൾട്ടൺ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഉരുകിയ അവസ്ഥ. അതായത് ഹൈ ടെമ്പറേച്ചറിൽ ഈ റോക്ക് പാർട്ടിക്കിൾ ഉരുകിയ അവസ്ഥ, അതിനെ നമ്മൾ എന്തെന്ന് പറയുന്നു? മാഗ്മ. മെൽറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്തോ ഉരുകുക. ഈസ് നോൺ ആസ്, അപ്പോൾ അതിനെ പറയുന്ന പേര് അസ്തനോസ്ഫിയർ എന്നാണ്. ദ പോർഷൻ ബിലോ ദ അസ്തനോസ്ഫിയർ ഈസ് സോളിഡ് സ്റ്റേറ്റ്. അപ്പം അസ്തനോസ്ഫിയറിൻ്റെ തൊട്ട് താഴെ വരുന്നത് സോളിഡ് സ്റ്റേറ്റാണ്, ഖര രൂപത്തിലുള്ളതാണ്. ശ്രദ്ധിച്ചിരുന്നോണം. അപ്പം നമ്മൾ ഇത്രയും പഠിച്ചത് ഭൂമിയുടെ ഇൻറ്റീരിയർ പാർട്ടാണ്.
അപ്പോൾ ഭൂമിയുടെ ഇൻറ്റീരിയർ പാർട്ടിനെ പറ്റി എങ്ങനെയാണ് നമ്മൾ അറിയുന്നതെന്ന് നമ്മൾ പഠിച്ചു. നമുക്കവിടെ എത്തിച്ചേരാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ നമ്മളത് എങ്ങനെയാണ് അറിയുന്നതെന്ന് പഠിച്ചു. പിന്നീട് എർത്തിനെ പല പല ലെയറുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? ക്രസ്റ്റ്, മാൻറ്റിൽ, കോർ. അത് ഔട്ടർ കോറെന്നും ഇന്നർ കോറെന്നും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ക്രസ്റ്റ് തിന്നാണ്, മാൻറ്റിൽ തിക്കാണെന്ന് പഠിച്ചു. അതുപോലെ തന്നെ ക്രസ്റ്റും അപ്പർ പാർട്ട് ഓഫ് മാൻറ്റിലും ഉൾക്കൊള്ളുന്നതാണ് ലിത്തോസ്ഫിയർ. അതുപോലെ തന്നെ ലിത്തോസ്ഫിയറിന് തൊട്ട് താഴെ വരുന്നതാണ് അസ്തനോസ്ഫിയർ. അസ്തനോസ്ഫിയർ മോൾട്ടൺ സ്റ്റേറ്റിലാണ്, അതായത് ഹൈ ടെമ്പറേച്ചർ മൂലം മെൽട്ടിങ് റോക്ക് പാർട്ടിക്കിൾ മെൽട്ടിങ് ആയൊരവസ്ഥയിലാണ്. ഇതിനെ മാഗ്മ എന്നറിയപ്പെടുന്നു. പിന്നെന്താണ്? ഈ പോർഷൻ ബിലോ ദ അസ്തനോസ്ഫിയർ. അപ്പോൾ അസ്തനോസ്ഫിയറിൻ്റെ ഭാഗം എന്ന് പറയുന്നത് മോൾട്ടൺ സ്റ്റേറ്റാണ്. അസ്തനോസ്ഫിയറിൻ്റെ തൊട്ട് താഴെ വരുന്നത് സോളിഡ് സ്റ്റേറ്റാണ്, ഇത് ഖര അവസ്ഥയാണ്. നെക്സ്റ്റ് പഠിക്കാനുള്ളത് കോറ്. ദ ലെയർ ബിലോ ദ മാൻറ്റിൽ ഈസ് ദ കോർ. അപ്പോൾ മാൻറ്റിലിന് തൊട്ട് താഴെയുള്ളത് ലെയറാണ് കോറെന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻറ്റു 2. രണ്ടായിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഔട്ടർ കോറെന്നും ഇന്നർ കോറെന്നും. ദി ഔട്ടർ കോർ ഈസ് ഇൻ ലിക്വിഡ് സ്റ്റേറ്റ് വൈൽ ദ ഇന്നർ കോർ ഇൻ സോളിഡ് സ്റ്റേറ്റ്. അപ്പം ഔട്ടർ കോറ് ലിക്വിഡ് സ്റ്റേറ്റിലും ഇന്നർ കോറ് സോളിഡ് സ്റ്റേറ്റിലുമാണ് ഇരിക്കുന്നത്. ദ കോർ ഈസ് മെയിൻലി മെയ്ഡപ്പ് ഓഫ് മെറ്റൽ ലൈക്ക് നിക്കൽ ആൻഡ് അയോൺ. ഞാൻ ആദ്യമേ ക്രസ്റ്റ് പറഞ്ഞപ്പോൾ ഞാൻ രണ്ടെണ്ണം പറഞ്ഞിരുന്നു. സിയാൽ എന്നും പറഞ്ഞു, സിമി എന്നും പറഞ്ഞു. ഇവിടെയും നിക്കലും അതുപോലെ തന്നെ അയണിന് നമ്മൾ പറയുന്നത് എന്താണ്? ഫെറം എന്നാണ് പറയുന്നത്. അതിന് FE വന്നിരിക്കുന്നത്. അപ്പം നിക്കലും അയണും ചേർന്നാണ് ഈ കോറുണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ നിഫെ എന്നാണ് പറയുന്നത്. നിക്കലും ഫെറവും, FE ഫെറം. ദ ടെമ്പറേച്ചർ ഇൻ ദ ഇന്നർ കോർ ഈസ് എബൌട്ട് 5500 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇന്നർ കോറിലുള്ള ടെമ്പറേച്ചർ, ചൂട്. ഈ ഇന്നർ കോർ ഈ സോളിഡ് സ്റ്റേറ്റിൽ ഇരിക്കാനുള്ള കാരണം ഹൈ പ്രഷർ, എവിടെ നിന്നുള്ള? സെൻറ്ററിൽ നിന്നുള്ള ഹൈ പ്രഷർ കാരണമാണ് ഈ ഇന്നർ കോർ സോളിഡ് ഖരാവസ്ഥയിലാവാൻ കാരണം. ഔട്ടർ കോർ ലിക്വിഡ് സ്റ്റേറ്റിലാണ്. അതുപോലെ തന്നെ ആ കോറിലുള്ള ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 5500 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇവിടെ ഉള്ളത് ഫില്ല് ചെയ്യാനാണ്. സ്ട്രക്ചർ ഓഫ് ദ എർത്ത്, ഫ്യൂച്ചേഴ്സ്. അപ്പോൾ ക്രസ്റ്റ്, മാൻറ്റിൽ, കോറുണ്ട്. ക്രസ്റ്റ് ഒരെണ്ണം തന്നിട്ടുണ്ട്, ഔട്ടർ മോസ്റ്റ് ലെയറാണ്. ബാക്കി രണ്ടെണ്ണം നമ്മൾ ഫില്ല് ചെയ്യണം. അതിൽ നമുക്ക് തന്നിട്ടുണ്ട്, അത് തന്നെ നമുക്കെടുത്ത് ഫില്ല് ചെയ്യാം. ക്രസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നമുക്ക് രണ്ടാമത്തെ എന്തെഴുതാം? തിന്നർ ലെയർ മെയ്ഡപ്പ് ഓഫ് സോളിഡ് റോക്സ്. നെക്സ്റ്റ് എന്തെഴുതാം? കമ്പോസ്ഡ് ഓഫ് കോണ്ടിനെൻ്റൽ ക്രസ്റ്റ് ആൻഡ് ഓഷ്യാനിക് ക്രസ്റ്റ്. നെക്സ്റ്റ് മാൻറ്റിൽ. അതിൽ ഒരെണ്ണം തന്നിട്ടുണ്ട്. ദ ലെയർ അപ് ടു 2900 കിലോമീറ്റർ ബിലോ ദ ക്രസ്റ്റ്. ക്രസ്റ്റിന് തൊട്ട് താഴെ വരെ, അപ് ടു വെച്ചാൽ വരെ 2900 കിലോമീറ്റർ വരെയാണ് മാൻറ്റിൽ. മാൻറ്റിലിൽ ഒരു പോയിൻ്റ് തന്നിട്ടുണ്ട്, നമ്മളത് പറഞ്ഞു. ഇനി 2 പോയിൻറ്റും കൂടെ അതിനകത്ത് നമുക്ക് കൂട്ടിച്ചേർക്കണം. അതിൻ്റെ ഫ്യൂച്ചേഴ്സ് എഴുതിയാൽ മതി. ഇപ്പം ഞാൻ എഴുതുന്നത് പോലെ തന്നെ നിങ്ങൾ എഴുതണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് ആ ഒരു ക്രസ്റ്റ്, മാൻറ്റിൽ, കോറ് ഇത് 3 വായിച്ചിട്ട് നിങ്ങൾക്ക് ഏത് രീതിയിലാണോ അതിൻ്റെ ഫ്യൂച്ചേഴ്സ് തോന്നുന്നതെന്ന് വെച്ചാൽ ആ രീതിയിൽ നിങ്ങൾക്ക് എഴുതാം. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള സെൻറ്റൻസിലും എഴുതാം. അങ്ങനെ എഴുതി പഠിച്ച് ശീലിക്കണം. അപ്പോൾ നെക്സ്റ്റ് മാൻറ്റിലിൻ്റെ സെൻറ്റൻസ് ഞാൻ എഴുതുന്നത് ക്രസ്റ്റ് ആൻഡ് അപ്പർ പാർട്ട് ഓഫ് ദി മാൻറ്റിൽ ഈസ് കാൾഡ് ലിത്തോസ്ഫിയർ. രണ്ടാമത്തെ പോയിൻ്റ് ബെനീത്ത് ദ ലിത്തോസ്ഫിയർ ഈ അസ്തനോസ്ഫിയർ ഈസ് സിറ്റുവേറ്റഡ് വിച്ച് ഈസ് ഇൻ മോൾട്ടൺ സ്റ്റേറ്റ്. ഇത് രണ്ടും ഞാൻ എഴുതുന്നത്. നിങ്ങൾക്കതിനകത്ത് എത്ര വരെയാണത് വ്യാപിച്ചിരിക്കുന്നത് എന്നുള്ളത് ഇതിൽ തന്നിട്ടുണ്ട്. വേറെ ക്രസ്റ്റിനകത്ത് ഒരുപാട് പോയിൻറ്റുകൾ ക്രസ്റ്റിനകത്ത് മാൻറ്റിലിനകത്തും ഒക്കെ വരുന്നുണ്ട്. അപ്പം ഇവിടെ 2 പോയിൻ്റേ എഴുതാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ 2 പോയിൻ്റ് ആക്കി എഴുതിയത്. അപ്പം നിങ്ങൾക്ക് അതിനകത്തുനിന്ന് ഒരുപാട് പോയിൻറ്റുകൾ എഴുതാനുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഫ്യൂച്ചേഴ്സാണ് എഴുതേണ്ടത്, പ്രത്യേകതകൾ നിങ്ങൾക്ക് എഴുതാം. നെക്സ്റ്റ് വരുന്നത് കോറിനെ പറ്റിയാണ്. കോറിനെ പറ്റി ഒരു പോയിൻ്റ് തന്നിട്ടുണ്ട്, നോൺ ആസ് നിഫെ. നിഫെ എന്ന് പറഞ്ഞാൽ നിക്കലും അതുപോലെ തന്നെ ഫെറം, അയണും ചേർന്നുണ്ടായതാണ് ഏതാണ്? കോറ്.
അതുകൊണ്ടാണ് ഇതിനെ നിഫ എന്നറിയപ്പെട്ടത്. ഇനി നമുക്ക് അടുത്ത പോയിന്റ് എന്തെഴുതാം? 2 പാർട്സ്, ഔട്ടർ കോർ ആൻഡ് ഇന്നർ കോർ. ഒരു പോയിന്റ് അതെഴുതാം. അടുത്തത് എന്തെഴുതാം? സെൻട്രൽ പാർട്ട് ഓഫ് ദി എർത്ത്. എർത്തിൻ്റെ സെൻട്രൽ പാർട്ടാണ്, അതും നമുക്ക് എഴുതാം. ഇനിയും നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന ഒരുപാട് പോയിന്റുകൾ അതിനകത്ത് വരുന്നുണ്ട്. ഔട്ടർ കോർ എന്ന് പറയുന്നത് മോൾട്ടൺ സ്റ്റേറ്റിലാണ്, അതുപോലെ ഇന്നർ കോർ സോളിഡ് സ്റ്റേറ്റിലാണ്. ഇതൊക്കെ നിങ്ങൾക്ക് എഴുതി വയ്ക്കാം. നെക്സ്റ്റ് വരുന്നത് ദ ഫ്യൂച്ചേഴ്സ് ഓഫ് ഈച്ച് ലെയർ ഓഫ് എർത്ത്സ് ഇൻറ്റീരിയർ ആർ ഗിവൺ ഇൻ ദ ടേബിൾ. ഡ്രോ സ്മൈലിയും അങ്ങനെ ഇമോജി ഇടാനാണ് പറയുന്നത്. കറക്റ്റിന് 2 ഇമോജി കൊടുത്തിട്ടുണ്ട്, സാഡും സ്മൈലിയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്മൈലി ഇടുക കറക്റ്റിന്, റോങ് ആൻസറിന് സാഡ് ഇമോജി ഇടുക. അതാണ് ഈ കൊടുത്തേക്കുന്നത്. അപ്പം ഞാൻ ടിക്കിട്ട് പോകാം, ടിക്കും അതുപോലെ തന്നെ റോങ്ങിന് ഇൻറ്റു മാർക്കും ഇട്ട് പോകാം. നിങ്ങൾ ഇമോജി വരയ്ക്കോ എന്തോന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ദ ക്രസ്റ്റ് ഈസ് ദി ഔട്ടർ മോസ്റ്റ് സോളിഡ് പാർട്ട് ഓഫ് ദ എർത്ത് വിച്ച് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് റോക്സ്. അത് ശരിയാണല്ലോ. ക്രസ്റ്റ് എന്ന് പറയുന്നത് എർത്തിൻ്റെ ഔട്ടർ മോസ്റ്റ് പാർട്ടാണ്. അതുപോലെ തന്നെ അത് സോളിഡ് റോക്സ് ആണ്, നമ്മൾ കണ്ടതാണ്. ലിത്തോസ്ഫിയർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ക്രസ്റ്റ് ആൻഡ് അപ്പർ മാൻറ്റിൽ, അല്ലേ? ശരിയാണല്ലോ. ദ അസ്തനോസ്ഫിയർ ഈസ് ദ മോൾട്ടൺ പാർട്ട് ഫോംഡ് ബൈ ദ മോൾട്ടൺ റോക്ക് പാർട്ടിക്കിൾസ് മാഗ്മ. അതും റൈറ്റ് ആൻസറാണ്. കാരണം നമ്മളത് കണ്ട് അസ്തനോസ്ഫിയർ എന്ന് വെച്ചാൽ മോൾട്ടൺ റോക്ക് പാർട്ടിക്കിൾ കൊണ്ടുണ്ടായത്. അതിനെ മാഗ്മ എന്നറിയപ്പെട്ടു. ഉരുകിയ അവസ്ഥയിലാണ് നമ്മൾ പഠിച്ചു. ദ ഔട്ടർ കോർ ഈസ് ലിക്വിഡ് സ്റ്റേറ്റ്, നമ്മളതും പഠിച്ചതും കറക്റ്റാണ്. ദ കോണ്ടിനെൻ്റൽ ക്രസ്റ്റ് ആൻഡ് ഓഷ്യാനിക് ക്രസ്റ്റ് ആർ ദ 2 പാർട്സ് ഓഫ് ദി ക്രസ്റ്റ്, അത് റൈറ്റ് ആണ്. ദ കോർ ഈസ് ആൾസോ നോൺ ആസ് നിഫെ, അതും റൈറ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം സ്മൈലി വരച്ചോളാം നിങ്ങൾ, ഇതെല്ലാം റൈറ്റ് ആൻസറാണ്. കാരണം നിഫെ നിക്കലും ഫെറോ ആണ് കോറ്, അതുകൊണ്ട് നിഫെ എന്നറിയപ്പെട്ടു. ഇതൊക്കെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ്. ഇനി നെക്സ്റ്റ് പാർട്ട് നമുക്ക് പഠിക്കാനുള്ളത് എർത്ത്സിൻ്റെ അറ്റ്മോസ്ഫിയർ ആണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, താങ്ക് യു സോ മച്ച്.